അയ്യോ, കാന്താര കണ്ടിട്ട് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നോ. ഞാൻ അതിൻ്റെ ആ കാന്താരയുടെ ലോകത്തൊന്നും ഇതുവരെ വിട്ടു പോന്നിട്ടില്ല. അയ്യോ, തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പീക്ക് 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 ലെവൽ. ഡോൾബി അറ്റ്മോസൊക്കെ എങ്ങനെ ഉപയോഗിക്കാവോ അതിൻ്റെ അങ്ങേറ്റം ചാറൂറ്റി എടുത്തിരിക്കുക. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നോക്കിയിരിക്കരുതേ, വിട്ടുപൊക്കോ. OTTക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയേ അല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് അതുപോലെ ഇഷ്ടപ്പെടുന്ന സൗണ്ടും വിഷ്വലും ഒക്കെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുത്തിയിരിക്കാതെ വിട്ടോ. പിന്നെ ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും എൻ്റെ പൊന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. മാനസികമായിട്ട്, അതായത് വലിയ മനക്കെട്ടി ഒന്നും ഇല്ലാത്ത ആൾക്കാർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ പറഞ്ഞിരുന്നു, 4 എണ്ണം അടിച്ചിട്ടൊക്കെ പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 4 എണ്ണമൊക്കെ 5 എണ്ണമൊക്കെ അടിച്ചിട്ട് പോയാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, വേറെ ലോകത്തെങ്ങാനും ചെന്നെത്തും. എനിക്കറിയത്തില്ല ഇവന്മാർ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്നോ. വിഷ്വൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റിങ്, മറ്റേ ക്യാമറ വർക്ക്, എന്തൊക്കെയാണോ ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല. അയ്യോ, ഡയറക്ഷൻ, മ്യൂസിക്, എല്ലാം കൊണ്ടും എല്ലാവരും കട്ടക്ക് പിടിച്ചിട്ട് ഒരു സിനിമ ഇറക്കിയിരിക്കുക. നമ്മളൊരു തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഒരു തിയേറ്ററിൻ്റെ മാക്സിമം എങ്ങനെ ഊറ്റിയെടുക്കാം. കണ്ട ഊത്താമ്പട്ടി തിയേറ്ററിലൊന്നും പോയിട്ട് കാര്യമില്ല. നല്ല കലക്കം സൗണ്ടുള്ള ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോക്കോ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ തരരുതേ എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ തരും. നിങ്ങൾ എത്ര നിങ്ങൾ എത്ര വേണേലും അക്സെപ്റ്റ് ചെയ്തിട്ട് പോക്കോ, അതിൻ്റെ അനുസരിച്ചുള്ള സാധനം കിട്ടിയിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാനസികമായിട്ട് വലിയ കട്ടിയൊന്നും ഇല്ലാത്തവരുമൊക്കെ, അല്ലെങ്കിൽ അതുപോലെ ഭക്തന്മാരൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഹരഹര മഹാദേവ് എന്നൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകും. അതുപോലത്തെ ഐറ്റമാണ് മക്കളെ എടുത്തു വെച്ചിരിക്കുന്നത്. എൻ്റെ പോലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും VFXോ സൗണ്ടോ മറ്റേതോ മറിച്ചതോ എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എനിക്കൊരു കുറ്റവും കാണുന്നില്ല. പിന്നെ ചില ആൾക്കാർ പറയുമായിരിക്കും ഡബ്ബിങ്ങിനകത്ത് അത് ഇതെന്നൊക്കെ പറയുമായിരിക്കും. ഡബ്ബിങ്ങിനകത്തല്ല, ചില കോമഡികളുടെ കാര്യം എന്തെങ്കിലും ചെറുതായിട്ട് പറയാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ നോക്കുക വേണ്ട. കാരണം ഇതൊരു അന്യഭാഷാ ചിത്രമാണ്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ അവർക്കനുസരിച്ചുള്ള ചെറിയ ചെറിയ കോമഡികളും കാര്യങ്ങളും, ചെറിയ സ്പൂൺ ഫീഡിങ് കോമഡികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അതിനെ ആ വഴിക്ക് വിടുക, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇറങ്ങി വരുമ്പം നമ്മൾ മറ്റേതോ ലോകത്താണ്. എൻ്റെ അമ്മേ, പൊക്കോ എൻ്റെ അമ്മ. നാളെ OTTയിൽ വന്ന് കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല കേട്ടോ. ഇത് OTT കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല. അയ്യോ, ഞാൻ ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ.